നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ ഷുഗർ പേഷ്യൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള വ്യക്തികൾക്കൊക്കെ ആയിക്കോട്ടെ, അവർ ഡയറ്റ് എടുക്കുന്ന സമയത്തൊക്കെ പല സമയങ്ങളിലും ഈ പഞ്ചസാരയൊക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ ശർക്കര ആഡ് ചെയ്തൂടെ അല്ലെങ്കിൽ പനങ്കൽക്കണ്ട് ആഡ് ചെയ്തൂടെ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇതിൻ്റെ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂസ്, അതുപോലെ തന്നെ ഈ പനങ്കൽക്കണ്ടൊക്കെ നമ്മുടെ ശരീരത്തിന് തരുന്ന കുറച്ച് ഗുണങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചസാര എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മൾ മലയാളികൾ ചായ ഉണ്ടാക്കണമെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാരേനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒട്ടും തന്നെ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് ഇല്ല. കാരണം ഇതൊരു റിഫൈൻഡ് ഫോമാണ്. അപ്പം ശർക്കരേനെയൊക്കെ റിഫൈൻ ചെയ്തിട്ട് വരുന്ന ഒരു ഫോമാണ് ഈ പഞ്ചസാര എന്ന് പറയുന്നത്. നമുക്കറിയാം, പഞ്ചസാര ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നത് കരിമ്പിൻ ആ ഒരു ജ്യൂസിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കരിമ്പിൻ ജ്യൂസിന് ഒരുപാട് പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ ഡ്രൈയിങ്ങും റിഫൈനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഈ ഒരു പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഏരിയ വരുന്നുണ്ട്, കൽക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ശർക്കര കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി റിഫൈൻ ചെയ്തൊരു ഒരു ക്രിസ്റ്റൽ രൂപത്തിൽ വരുന്നതാണ് കൽക്കണ്ടെന്ന് പറയുന്നത്. അതിന് ശേഷം അതിനെ വീണ്ടും ഒരു സുക്രോസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സുക്രോസ് എന്ന് പറയുന്നതാണ് ശരിക്കും പഞ്ചസാര എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ ഗുണങ്ങൾ ഒട്ടും തന്നെ ഇല്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പഞ്ചസാര കൂടുതൽ എടുക്കുന്നവർക്കാണ് നമ്മളൊരു സമയത്തുന്ന സമയത്ത് അവരിൽ നമ്മൾ ഡയബറ്റീസ് കാണാറുണ്ട്, അമിതവണ്ണം കാണാറുണ്ട്. കൂടുതൽ മധുരം നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൊഴുപ്പായിട്ട് മാറിയിട്ട് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ, PCOD. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു ടേബിൾ ഷുഗർ യൂസ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ടേബിൾ ഷുഗറിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് പല പലഹാരങ്ങളിലും ആഡ് ചെയ്യുന്നത്. ചിലപ്പം ഒരു പഴംപൊരി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റെന്തെങ്കിലും ബേക്കറി ഐറ്റംസ്, നമ്മൾ ചിലപ്പം ബേക്ക് ചെയ്യുന്ന ഐറ്റംസുകളുണ്ടായിരിക്കും, ബിസ്ക്കറ്റ്സ്, കേക്കുകൾ, ഇതിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങളിപ്പോൾ ചായയിൽ മാത്രമേ ഇത് എടുത്ത് കലക്കുന്നുള്ളൂ, അല്ലാതെ തന്നെ പല ഭക്ഷണത്തിലും ഇത് മിക്സിംഗ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ ഈ പഞ്ചസാര എന്ന് പറയുന്നത് പല അസുഖങ്ങൾക്കും കാരണമാവുന്നുണ്ട്. അപ്പം അതിൻ്റെ മുൻപുള്ളൊരു സ്റ്റേജാണല്ലോ ഈ ശർക്കര എന്ന് പറയുന്നത്. ശർക്കരയും പഞ്ചസാരയും തമ്മിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും കുറച്ചും കൂടി ഒരു ന്യൂട്രീഷണൽ വാല്യൂ കൂടുതൽ നമ്മുടെ ശർക്കരയ്ക്ക് തന്നെയാണ്. ശർക്കരേൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അയണും അതുപോലെ തന്നെ സിങ്കും വൈറ്റമിൻ B12 എല്ലാം തന്നെ ഉണ്ട്. അപ്പം അത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബോഡിക്ക് ഒരു ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ശർക്കര കുറച്ച് ആഡ് ചെയ്തിട്ടാണ് നോർമലി ഇടാറുള്ളത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഐറ്റമാണ് ഈ പനങ്കൽക്കണ്ടം, അല്ലെങ്കിൽ നമ്മുടെ ഈ പാമിൽ നിന്നൊക്കെ എടുക്കുന്ന പാം കാൻഡി എന്നൊക്കെ പറയുന്നത്. അപ്പം നോർമൽ നമ്മുടെ നാടുകളിലൊന്നും കാണുന്ന പനയല്ല ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കറുത്ത ഒരു കരിമ്പന എന്ന് പറഞ്ഞ പനയുണ്ട്. കൂടുതലും തമിഴ്നാട് ആ ഒരു ഏരിയയിലൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു നീരെടുത്തിട്ടാണ് ഈ ഒരു പനങ്കൽക്കണ്ടം ഉണ്ടാക്കുന്നത്. അപ്പോൾ പനങ്കൽക്കണ്ടത്തിന് കുറച്ചും കൂടി ബെനിഫിറ്റ്സ് കൂടുതലാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് താരതമ്യേന പഞ്ചസാരേനും ശർക്കരേനും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണ്. അതുകൊണ്ട് അത് നമുക്ക് കുറച്ചും കൂടി ഒരു സേഫായിട്ട് യൂസ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ഷുഗറും ശർക്കരയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത്. പനങ്കൽക്കണ്ടം എന്ന് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ശർക്കര, കരിപ്പെട്ടി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ശരിക്കും ഈ പനങ്കൽക്കണ്ടം പോലെ തന്നെയുള്ള മറ്റൊരു ഐറ്റമാണ് കരിപ്പെട്ടി എന്ന് പറയുന്നത്. കരിപ്പെട്ടി ആണെങ്കിലും അത് ഈ കൽക്കണ്ട ആവുന്നതിൻ്റെ മുൻപ്, കൽക്കണ്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്രിസ്റ്റൽ ഫോമിലോട്ട് വന്നൊരു ഐറ്റത്തിനാണ് നമ്മൾ പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത്. അതിൻ്റെ മുൻപേ നമ്മൾ ഈ ഒരു ലിക്വിഡ്, ഈ കരിമ്പിൽ നിന്ന് എടുക്കുന്ന നീര് കുറച്ച് കാലം വെച്ചിട്ട്, ആ ഒരു ലിക്വിഡ് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്നൊരു ഫോമാണ്, കുറച്ച് കട്ടിയുള്ളൊരു ഫോമാണ് കരിപ്പെട്ടി എന്ന് പറയുന്നത്. അത് ആ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ നമ്മളൊരു ട്രേയിലിട്ടിട്ട് അതിനകത്ത് ചെറിയ ചെറിയ നൂലുകൾ ഉണ്ടായിരിക്കാം. ഈ നൂലിലൂടെ ഇത് ഒഴിച്ച് വെച്ച് കുറച്ച് കാലം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ക്രിസ്റ്റൽ ഫോമേഷനാണ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ പനങ്കൽക്കണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പനങ്കൽക്കണ്ട നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഒരു 6 മന്ത്, ഒരു 6 മാസമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പനങ്കൽക്കണ്ട് ആഡ് ചെയ്യാറുണ്ട്. അത് നമുക്കും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കും പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പനങ്കൽക്കണ്ട്. അപ്പം അതിൻ്റെ അളവും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ഈ ഒരു സ്വീറ്റനിങ് കാര്യങ്ങളും നമുക്ക് പ്രശ്നം തന്നെയാണ്, പക്ഷേ നമുക്ക് ഒരു നുള്ളൊക്കെ, കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്ത് കഴിക്കാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ കുറച്ചും കൂടി ഒരു ന്യൂട്രീഷണൽ വാല്യൂ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ വൈറ്റമിൻ B12, അതുപോലെ തന്നെ സിങ്ക്, മാഗ്നീഷ്യം, ഇതെല്ലാം തന്നെ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഇത് കുട്ടികളിലൊക്കെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് നോക്കാം. ഇപ്പം നമ്മൾ നോർമലി കുറുക്ക്, റാഗി കുറുക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ എന്ത് ചെയ്യും, ഈ കൽക്കണ്ടത്തിൻ്റെ ചെറിയൊരു പീസ് നിങ്ങൾ അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഈ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അനീമിക് ആവുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ഇപ്പം റാഗി കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ശർക്കരയിലും ഈ അയണും ഫോളിക് ആസിഡൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇത് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളതുപോലെ തന്നെ പനി വരുന്ന സമയത്തൊക്കെ ശർക്കരയൊക്കെ ആഡ് ചെയ്തിട്ട് ചായയൊക്കെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ കൽക്കണ്ടം ആഡ് ചെയ്തിട്ട് നമ്മൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ചായ വെച്ച് കൊടുക്കാറുണ്ട്. അതും നമുക്കൊരു ഉന്മേഷം തരുന്നതിനും. അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റാണ്. ഈ കൽക്കണ്ടം എന്ന് പറയുന്നത് വളരെ ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ദഹനം നമ്മളിത് കുറച്ചും കൂടി ഈസി ആക്കും. നമുക്കൊരു ദഹന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം അതിനും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രമേഹ രോഗികളായിക്കോട്ടെ, ഫാറ്റി ലിവർ ഉള്ളവരായിക്കോട്ടെ, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവർക്കൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു പനം കൽക്കണ്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കര ഒരു ചെറിയൊരു പീസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പനം കൽക്കണ്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 100 ഗ്രാം എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്നൊരു 380 കിലോ കലോറി നമുക്ക് കിട്ടുന്നുണ്ട്. എനർജി അത്രയും കിട്ടുന്നുണ്ട്. ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 80 ഒരു 80% കാർബ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. പ്രോട്ടീൻസ് ആണെങ്കിൽ ഒരു 0.4, അതുപോലെ തന്നെ ഫാറ്റൊക്കെ ആണെങ്കിൽ 0.1, അത്ര റേഞ്ചിൽ മാത്രമേ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാറ്റ്സ് കുറവാണ്. മിനറൽസ് ആണെങ്കിൽ ഉണ്ട് താനും. ഇപ്പോൾ അയണിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ 112 അത്രത്തോളം നമുക്ക് അയൺ അതിൻ്റെ ഉള്ളത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പനം കൽക്കണ്ടം യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഈ പനിക്കൂർക്കയുടെ നീരെടുത്തിട്ട് ഈ പനം കൽക്കണ്ടം മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് വലിയ ആളുകൾക്കാണെങ്കിലും ഒരു ചുമയും കഫക്കെട്ടൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ പനം കൽക്കണ്ടവും അതുപോലെ തന്നെ കുരുമുളകും കൂടിയൊക്കെ മിക്സ് ചെയ്ത്, കുരുമുളകിൻ്റെ പൊടിയും പനം കൽക്കണ്ടവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കുത്തിയിട്ടുള്ളൊരു ചുമ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പം അതും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് നമുക്ക് കഴിക്കുന്നത് കുറച്ചും കൂടി ഒരു തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം. അതുപോലെ തന്നെ ഈ നമുക്ക് ഈ സൗണ്ടൊക്കെ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ചില ആളുകൾക്ക്, ഈ ചുമയും കഫക്കെട്ടൊക്കെ വന്നിട്ട്. അവർക്കും നമുക്ക് ഈ കുരുമുളകും അതുപോലെ തന്നെ പനക്കൽക്കണ്ടം അല്ലെങ്കിൽ പനക്കൽക്കണ്ടം വെറുതെ ഈ ചവച്ച് തിന്നുന്നതൊക്കെ ഈ സൗണ്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ വായിക്ക് വരുന്ന വായ്നാറ്റം പോലുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ നമുക്ക് പനം കൽക്കണ്ടവും അതുപോലെ തന്നെ ഏലക്കായയൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. മോണരോഗത്തിന് അത് നല്ലതാണ്. പക്ഷേ എന്ത് കഴിഞ്ഞാലും നമ്മൾ അമിതമായിട്ട് എടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്താണെങ്കിലും ഒരു സ്വീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് അമിതമാവാൻ പാടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പഞ്ചസാര എന്ന് പറയുന്നത് കംപ്ലീറ്റ് സൂക്രോസ് ആണ്. അതിനകത്ത് യാതൊരു ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് തരുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് കൂടുതലായിട്ട് കഴിക്കുന്നതും ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക. അപ്പം വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ചില ആളുകൾ ഉണ്ടായിരിക്കാം അവർക്ക് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പനം കൽക്കണ്ടത്തിനെ കുറിച്ചിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലാണെങ്കിലും ഏറ്റവും നല്ലത് പനം കൽക്കണ്ടം കൊടുക്കുക, അല്ലെങ്കിൽ പനം ശർക്കര എന്ന് പറയും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ മാറിയിട്ടൊക്കെ കുട്ടികൾക്ക് അവരുടെ കുറുക്കിലും ഫുഡിലും അവർക്ക് ഉണ്ടാക്കുന്ന ഈ സ്നാക്സ് ഐറ്റംസിലൊക്കെ ആഡ് ചെയ്യാനൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ വെയിറ്റ് ലോസിൻ്റെ സമയത്ത് നമ്മൾ ശർക്കര കംപ്ലീറ്റ് ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ, അന്നജത്തിൻ്റെ അളവിൽ കൺട്രോൾ വരുത്തണം. അതിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യണം, നന്നായിട്ട് കിടന്നുറങ്ങണം, ഒരു 8 മണിക്കൂറോളം കിടന്നുറങ്ങണം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് കീപ്പ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് വെയിറ്റൊക്കെ കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ ചില ആളുകളുണ്ടായിരിക്കാം ഒരു ദിവസം 2, 3, 4 ചായയൊക്കെ കുടിക്കുന്ന വ്യക്തികൾ. അപ്പം അങ്ങനെ അമിതമായിട്ട് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാലും ഈ ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ, ചില ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. കാരണം ചായ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ഷുഗർ ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൽക്കണ്ടം ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഷുഗർ ലെവലും എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു ചെറിയൊരു പീസൊക്കെ യൂസ് ചെയ്യുക എന്നല്ലാതെ അമിതമാവാനും പാടില്ല. അപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഷുഗറുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.